ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതെ, നമ്മളൊരു ഔട്ടിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശനി ഞായറൊക്കെ ഉണ്ടാകുമ്പോൾ പിള്ളേരെ കൊണ്ട് ഒരിക്കലും പോകാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു സാറ്റർഡേ ആണ് കേട്ടോ പുറത്ത് പോകുന്നത്. നമ്മൾ പിള്ളേരെ കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജീവ പാർക്ക് എന്നാണ്. അവിടെ ഫാം ആനിമൽസൊക്കെ ഉള്ള ഒരു ഫാം പോലെ. അപ്പോൾ പിള്ളേർക്ക് ആനിമൽസൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ബാംഗ്ലൂർ തന്നെയുള്ള നന്ദി ഹിൽസിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്ലേസ് എനിക്കങ്ങനെ അറിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ടാക്സിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഇപ്പോൾ ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ 1 മണിക്കൂറിന് മേലെ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് സമയം എടുത്തോട്ടെ. അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിലാണ് ചേച്ചിമ്മേനും ജാൻവി ചേച്ചിനും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ബ്ലോക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിട്ടി. അങ്ങനെ ഒരു മണിക്കൂറും കുറച്ചും കൂടി സമയം എടുത്തോട്ട് നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തണുപ്പുള്ളൊരു ഏരിയയാണ്, പ്രത്യേകിച്ച് ഹിൽ ഏരിയയാണ് അവിടെ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഫുഡ് കഴിക്കാനുള്ള കുറച്ച് സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഫാം ആനിമൽസ്, പെറ്റ്സ് ആയിട്ടുള്ള ആനിമൽസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഏരിയയിൽ ഇതുപോലുള്ള കോഴി അങ്ങനെയുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ജാനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കോഴീനെ കണ്ടു. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് പിന്നെ അത്ര ഇതൊരു പുതുമുള്ള കാര്യമല്ല. അവളെ സംബന്ധിച്ചിടത്തോളം അവിടെ നാട്ടിൽ കോഴികളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. പക്ഷെ ഇതൊരു വെറൈറ്റി കോഴിയാണ് കേട്ടോ. ഗിനിക്കോഴി ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ പേരുകളുണ്ടായിരുന്നു, ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതാ പിന്നെ ടർക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മൃഗങ്ങളെ തൊടാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു നിൽക്ക് നമുക്ക് അതിനെ വേണമെങ്കിൽ തൊടണമെങ്കിൽ തൊടാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗൈഡ് ഉണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഒരു ഗൈഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നു, ചേച്ചിയായിരുന്നു കേട്ടോ. അത് ഭയങ്കര നല്ല സ്നേഹമുള്ള ഒരു ചേച്ചിയായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു ടർക്കി കോഴിയാണ്. അപ്പോൾ അതിന് ടർക്കിനെ ഞാൻ തോന്നുന്നത്, വേറെ എന്തെങ്കിലും കോഴിയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതിനെ പിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ധ്രുവക്കുട്ടിയും ജാൻവി ചേച്ചിയൊക്കെ പിടിക്കാൻ ശ്രമത്തിലാണ്. അപ്പോൾ ധ്രുവക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അപ്പോൾ ധ്രുവക്കുട്ടീനെ കൊണ്ട് ആ ചേച്ചി പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ ഞാനൊന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ആ ധ്രുവക്കുട്ടീനെ ഞാൻ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടെ അവൾ പിടിച്ച് നിൽക്കുന്നത്. ജാൻവി അധികം അതിനെ തൊട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്നും തൊട്ടുള്ളൂ, വലിയ ഫോട്ടോസൊന്നും വെച്ചെടുത്തില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ആമകളേനെ ഒരു ഏരിയയിലിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകണം. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് ആമേനൊക്കെ എടുത്തിട്ട് അവർ പിടിക്കാൻ കൊടുക്കുന്നുണ്ട്. വലിയൊരു ആമേനെയാണ് ജാൻവിക്ക് പിടിക്കാനായിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ധ്രുവക്കുട്ടിക്ക് പിന്നെ വലിയ എന്താ പറയുക, 2 പിള്ളേരാണല്ലോ, പിള്ളേർക്ക് വലിയ പേടി, പ്രത്യേകിച്ച് ജാൻവിക്ക് ഒട്ടും പേടിയില്ല. ധ്രുവക്കുട്ടിക്കാണെങ്കിലും മൃഗങ്ങളോട് പേടിയൊന്നുമില്ല. അപ്പോൾ അവൾ ഇങ്ങനെ ഒരു വിത്തൗട്ട് എനി റിയാക്ഷൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് വേണ്ടി ആ ചേച്ചി ഒരു ചെറിയ ആമേനെ നോക്കി എടുത്തിട്ടുണ്ട് അവളെ കൊണ്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിന് ധ്രുവക്കുട്ടിയും ജാനുവൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. ആ പിടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല എന്ന് തോന്നുന്നുണ്ട്, ഫോട്ടോസാണ് ഞാൻ എടുത്തത് കേട്ടോ. അവളും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ആടുകളൊരു ഏരിയയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ജാനുവിക്ക് ആടുകളെയും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ മൃഗങ്ങളോട് പേടിയാണ്, ആടുകളെ കുറച്ചും കൂടി പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയില്ല, ഇവരെന്നൊക്കെ കയറ്റി വിട്ടോട്ടെ, ഇവർ പോയിട്ട് എന്താ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ജാനു ഭയങ്കര സന്തോഷത്തിൽ ഓടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടീനെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ധ്രുവക്കുട്ടീനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ അമ്മോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ എടുക്കാൻ പറ്റിയൊരു സൈസുള്ള ഒരു ആടിനെ എടുത്തിട്ട് ആ ചേച്ചി നമ്മുടെ ജാനയ്ക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടി ചെറിയൊന്ന് ട്രൈ ചെയ്യുന്നു. ധ്രുവക്കുട്ടിക്ക് എടുക്കാൻ പറ്റിയ സൈസിനുള്ള ആടുകളൊന്നും അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ജാൻവി അതിനെ ചെറുതായിട്ടൊന്ന് താഴ്ത്തിക്കിട്ടു, പക്ഷെ പ്രശ്നമൊന്നും പറ്റിയില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവൾ അതിനെ തീറ്റിലും പിടിക്കലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഗൈഡായിട്ടുള്ള ചേച്ചി പറയുന്നു കേട്ടോ, അവൾക്ക് എന്ത് ഇഷ്ടമാണ് ആടുകളേനെന്നൊക്കെ പറയാനായിട്ട്. ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് ആനിമൽസിനെ പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലൊന്നും ഞങ്ങളുടെ വീട്ടിലായാലും പെറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പേടി ഓവർകം ചെയ്യാനായിട്ട് എനിക്കിട്ട് പറ്റണില്ല കേട്ടോ. എനിക്ക് പൊതുവെ ഒരു ചെറിയ പേടിയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല, മാറുന്നില്ല പേടി. പിന്നെ ചേച്ചിക്കും പണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവൾ കുറേയൊക്കെ ഇപ്പോൾ പട്ടികളോടായാലൊക്കെ പിന്നെ മാറ്റങ്ങൾ വന്നു കേട്ടോ. അവൾ കുറച്ചും കൂടിയും ധൈര്യമൊക്കെ ആയി. പക്ഷെ എനിക്കെന്താണെന്ന് അറിയില്ല, ഇപ്പോഴും ആ ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അത് കാരണം അങ്ങോട്ടൊന്നും കയറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് സെക്ഷനിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത് പശുവാണ് കേട്ടോ. അപ്പോൾ അത് പശുവിന് കൊടുക്കാനുള്ള പുല്ലൊക്കെ ചേച്ചി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ധ്രുവക്കുട്ടിയും ജാനുവിക്ക് കൂടി പുല്ല് കൊടുക്കുകയാണ് പശുവിന്. പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിലെ വീട്ടിൽ ഇതുപോലെ തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് പശുക്കൾക്ക് ഞാൻ വൈക്കോലും കാലൊക്കെ കൊടുത്തൊരു ഓർമ്മയുണ്ട്. പിന്നെ അതിന് ശേഷം പശുക്കളൊന്നും അങ്ങനെ ലൈവായിട്ടൊന്നും
കണ്ട് ഇങ്ങനെയൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം അതിനുശേഷം ഇപ്പോഴാണ് കേട്ടോ വൈക്കോലൊക്കെ ഞാൻ കൊടുത്തൊന്നുമില്ല, പിള്ളേരാണ് മെയിനായിട്ട് വൈക്കോലൊക്കെ കൊടുത്തത് കേട്ടോ. പുല്ല് അവിടെ ഉണ്ടായിരുന്ന പുല്ല് ചേച്ചി പറിച്ചു കൊടുത്തതാണ്. പിന്നെ അതിനുശേഷം പട്ടികളുടെ ഒരു ഏരിയയിലേക്ക് പോയി. ഇപ്പോൾ 2 പട്ടികളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പട്ടിയിൽ നല്ല പിന്നെ അവരോടി പിടിച്ചിട്ടുണ്ട്, ഒരു ധൈര്യത്തിന് പിടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും മണത്ത് നോക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ അത് കാരണം അത് അവരൊന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചു. പക്ഷെ അത് പട്ടി മണപ്പിച്ച് നോക്കിയതായിരുന്നു. ധ്രുക്കുട്ടിയാണെങ്കിൽ ഇത് അമ്മാമനെ വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ പട്ടീനെ തൊടാനൊക്കെ വേണ്ടിയിട്ട്. അവളും ഭയങ്കര ധീരവനിതയാണ്. ഞാൻ പിന്നെ ആ ഒരു റിസ്ക് ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് എമ്മു ആണെന്ന് തോന്നുന്നത്. എമ്മു അതിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം അതിന് ഇതുപോലെ തന്നെ ചെടികളൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ എന്താ പറയുക, മൃഗങ്ങളെ നേരിട്ട് കണ്ട് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യമല്ലേ. പിള്ളേർക്ക് മാത്രമല്ല, ആനിമൽ ലവേഴ്സായിട്ടുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു സൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് കാണാമെന്ന് മാത്രം. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാം, അവരായിട്ട് നേരിട്ട് ഇടപഴകാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. മെയിനായിട്ട് ഫാം ആനിമൽസുകളാണ് എന്നാലും. അപ്പോൾ അതാ അവർ സന്തോഷമായിട്ട് എല്ലാത്തിനെയും കണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അവിടുത്തെ ആ ഒരു സെക്ഷനിൽ അപ്പോൾ അമ്മാമ്മയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പോയത് മുയലുകളുടെ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മുയലുകളുടെ അതിലേക്കും ഞാൻ കയറിയൊന്നുമില്ല, പിള്ളേരെ കയറ്റി വിട്ടു. ധ്രുക്കുട്ടി ഇത് ഓടുന്നുണ്ട്. ധ്രുക്കുട്ടിയുടെ അത്രയുണ്ട് ഒരു മുയൽ. അപ്പോൾ അതിനെയും പിടിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ എല്ലാവർക്കും പറ്റും കേട്ടോ. അപ്പോൾ ഓൾറെഡി 2 ഗൈഡുമാർ ഇപ്പം ഉണ്ട്. ഈ ചേച്ചി കൂടാതെ വേറൊരാൾ അവിടെ ഓൾറെഡി വേറൊരു ടീമിനെ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതൊരു കുട്ടിയുടെ പിന്നാലെ കുറേ മുയലുകൾ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു കുട്ടി കുറച്ച് പേടിച്ചിട്ട് അവളെ താഴ്ത്തേക്ക് ഇട്ടു. പോയില്ല, കടന്നില്ല. നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ പേടിച്ചിട്ട് കിടന്നില്ല. ഓ ഇംഗ്ലീഷ് മാത്രം പറയൂ. അപ്പം നെക്സ്റ്റ് ഏരിയയിലേക്ക് വന്നു. ഇവിടെ ഈ ഇഴജന്തുക്കൾ ഇങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. ഓന്ത്, എലി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെ പാമ്പിനൊക്കെ പുറത്തേക്ക് എടുക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ അത് വേണ്ട, റിസ്ക് എടുക്കാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ആ കളറുള്ള ഓന്ത്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സംഭവത്തിന് ജാൻവിയുടെ കയ്യിലൊക്കെ എടുത്തു വിട്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഫോട്ടോ ഞാൻ നമ്മുടെ തമ്പനയിൽ ചേർക്കാം. അപ്പോൾ ധ്രുക്കുട്ടിക്ക് ഫുൾ വൈബിലാണ് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ വന്ന ശേഷം ധ്രുക്കുട്ടിക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ പൂച്ചകളുടെ ഏരിയയിലേക്കാണ് പോയത്. പേർഷ്യൻ ക്യാറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുള്ളൂ. ജാൻവി പൂച്ചകളെ എടുക്കുകയൊക്കെ ചെയ്തു. ധ്രുക്കുട്ടീനെ ജസ്റ്റ് ടച്ച് ചെയ്യിപ്പിച്ചുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ആ ഭാഗത്തു നിന്നും പോന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് താറാവുകളുടെ ഒരു ഏരിയ ആണ്. അപ്പോൾ താറാവുകളുടെ ഇത്ര അധികം അടുത്ത് കാണുന്നത് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ പിള്ളേരൊക്കെ അതിനകത്ത് കയറി, ഞാനും കയറിയില്ല, ഇവിടെയും കയറിയില്ല. ഒന്നും തോന്നരുത് ഞാൻ കയറാൻ, അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ലേക്കും കയറിയില്ല. ഇവർ തന്നെയാണ് എല്ലായിടത്തേക്കും കയറിയത് കേട്ടോ. പിന്നെ പിള്ളേരെ അത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് അത് നടന്നു എന്തായാലും. അപ്പോൾ അതാ ജാൻവി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീറ്റ കൊടുക്കുമ്പോൾ എല്ലാ താറാവുകളും അടുത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ജാൻവിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവളെ സമ്മതിക്കണം, കാരണം എല്ലാം കൂടി വന്നിങ്ങനെ കഴിക്കുമ്പോൾ ഞാനൊക്കെയാണ് പേടിച്ച് ഓടിയേനെ. സത്യം പറഞ്ഞാൽ അവിടുത്തെ ഗൈഡുകൾ വരെ ഇവളുടെ ധൈര്യം കണ്ടിട്ട് അന്തിച്ചു പോയിട്ട് അവർക്ക് വളരെ സന്തോഷമായി, കാരണം അവൾ അത്രയും മൃഗങ്ങളെ സ്നേഹിക്കണം കണ്ടിട്ട്. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മളത് ഇതുപോലെയുള്ള ലവ് ബേർഡ്സ്, പിന്നെ തത്തകൾ, അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. അവിടേക്ക് വന്നു. അതിന് ഇതുപോലെ നമ്മുടെ കൈകളിലേക്ക് അവർ വരും കേട്ടോ. ഫുഡ് വെച്ച് കൊടുത്ത കൈകളിലേക്ക് വരും. അത് ഇത്തിരി പേടിയായിരുന്നു, കാരണം ഇവർ ഒരു മയമില്ലാണ്ടാണ് ഈ കിളികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ജാൻവിയും എല്ലാവരുടെ കയ്യിലേക്ക് കിളികൾ പറന്നു വന്നു കേട്ടോ. ധ്രുക്കുട്ടിയുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇതിനെന്താ അതിൻ്റെ പേരെന്നൊന്നും കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോസിൽ അത് നോക്കാനും മറന്നുപോയി. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ ഈ ഒരു കിളിയായിരുന്നു കേട്ടോ. അതെന്ത് കുറച്ചും കൂടി വലിയ അതിനുള്ള ഒരു തത്തയായിരുന്നു. അവിടെ ഇതുപോലെ അത് ഇത്തിരി ഡേഞ്ചറായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര കുറച്ചുകൂടി വലിപ്പമുള്ള കാരണം ഭയങ്കര ഫോഴ്സിലാണ് വന്നിരുന്നായിരുന്നത്. അതിൽ കുറച്ച് പേടിച്ചു. എൻ്റെ ചേച്ചി ഇവർ കുറച്ച് പേടിച്ചിട്ട്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, ധ്രുക്കുട്ടിനെ കൊണ്ട് അധികം നേരം നിൽക്കണ്ട, ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ധ്രുക്കുട്ടിയുടെ തല്ലിൽ വന്നിരുന്നു കേട്ടോ. ധ്രുക്കുട്ടി അത്യാവശ്യം പേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അധികം നേരം നിൽക്കണ്ട. അപ്പം നമ്മൾ അവിടെ നിന്ന് വേഗം സ്കൂട്ടായിട്ടാണ്. പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നത് കുതിര സവാരിയാണ് പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഒരു തോന്നുന്നു 200 രൂപയാന്ന് തോന്നുന്നുണ്ട്.
ഒരു 2 റൗണ്ട് 3 റൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി. അപ്പോൾ കുട്ടികൾ ചെറിയ ഉണ്ണികളെ കയറ്റില്ല. അപ്പോൾ ഇതൊരു കുട്ടിക്ക് സങ്കടമായിട്ട് ഒരു കുട്ടി കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയ ഉണ്ണികൾക്ക് കയറാൻ പറ്റില്ല, അത്ര എന്താ പറയുക ഡേഞ്ചറാണ്. അപ്പോൾ ഇവരെന്നെ കയറ്റി. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരു 3 ട്രിപ്പാണ് ആ ഒരു റൗണ്ട് അടിച്ച് വന്നു. അപ്പോൾ നമ്മളോട് പേടിക്കുന്നുണ്ട് എങ്ങനെ വീഴുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ല, സേഫായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ എന്തായാലും അതും നല്ലൊരു അനുഭവം തന്നെയാണ്. സാധാരണ നമ്മൾ ഊട്ടിയോടെയൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് കുതിര സവാരി ഒന്നും കണ്ടു. അപ്പോൾ പിള്ളേരൊക്കെ എന്തായാലും ഹാപ്പി ആയിട്ട്, അതൊരു കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരു ചെറിയൊരു സങ്കടം ഉണ്ടായി. എന്നാലും അവളെ പറഞ്ഞ് മനസ്സിലാക്കി, കാരണം പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളതോടുകൂടി നമ്മുടെ അപ്പോൾ കാഴ്ചകളൊക്കെ അതോടുകൂടി അവസാനിച്ചു. പിന്നെ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ എൻ്റെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായാലും ആനിമൽ ലവേഴ്സായിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് നേരെ പോന്നു. പോകുന്ന വഴിക്ക് ഇതൊരു കുട്ടിക്ക് നമ്മൾ പേരക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അത് ഇഷ്ടമായി നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന വഴിക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.